യൂഷ്വൽ എക്സാമിനേഷൻസ് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയുന്നുണ്ടാവുമായിരിക്കും ബ്രസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാ. എന്താണ് ഇതിന്റെ ഒരു ഏർലി സയൻസ് പോലെയോ അങ്ങനെ എന്തെങ്കിലും പോസിബിലിറ്റീസ് ഉണ്ടോ? ആൻഡ് ഈ യൂട്രസിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഓവറിയിൽ സിസ്റ്റ് ഉണ്ടാവുക എന്ന് നമ്മൾ പറയും. ഇതൊക്കെ ക്യാൻസറസ് ആവാനുള്ള പോസിബിലിറ്റി ഭയങ്കര കൂടുതലാണോ? എങ്ങനെയാണ്? ഓക്കെ. ബേസിക്കലി സ്ത്രീകൾക്ക് യൂട്രസ് ക്യാൻസേഴ്സ്, ഓവറിയിലുള്ള ക്യാൻസർ, ബ്രസ്റ്റിലുള്ള ക്യാൻസർ, പിന്നെ സെർവിക്സിൽ, ഉം. യൂട്രസിൻ്റെ താഴത്തെ ഉം. ഭാഗത്തുള്ള ക്യാൻസർ. അപ്പോൾ ഇതിൽ ആക്ച്വലി സെർവിക്കൽ ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഉം. യു ക്യാൻ ടേക്ക് എ വാക്സിൻ. ഉം. എച്ച് പി വി വാക്സിൻ ഉണ്ട്. ഉം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു 86% സെർവിക്കൽ ക്യാൻസർ വരുന്നത് എച്ച് പി വി ഇൻഫെക്ഷൻ വന്നിട്ട് ഒരു 20 വർഷത്തിനൊക്കെ ശേഷമാണ്. ഓ. അപ്പോൾ നമുക്ക് അപ്പൊ ആ ഇൻഫെക്ഷൻ വരുന്നതിന് നമുക്ക് സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല? ഇല്ല, ഇല്ല. അതൊരു വൈറൽ ഇൻഫെക്ഷൻ. നമുക്ക് വാർട്ടൊക്കെ ഉണ്ടാവില്ലേ? അരുമ്പാറ എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ അങ്ങനെയാണ്. എച്ച് പി വി ഇൻഫെക്ഷനാണ്. അപ്പോൾ ഓക്കെ. അത് ക്യാൻസർ ഉണ്ടാക്കുന്ന വൈറസും ഉണ്ട്, അല്ലാത്ത വൈറസും ഉണ്ട്. ശരിക്കും 21 ഇയേഴ്സിന് ശേഷം വൺസ് ഇൻ 3 ഇയേഴ്സ് പാപ്പ് സ്മിയർ ടെസ്റ്റ് ചെയ്യണം ഓക്കെ. സ്ത്രീകൾ. അപ്പോൾ അത് ചെയ്താലും ഈ പറഞ്ഞ മാതിരി എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ഇനിയിപ്പോൾ പാപ്പ് സ്മിയറും എച്ച് പി വി ഡി എൻ എ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടും കൂടുള്ള ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വൺസ് ഇൻ 5 ഇയേഴ്സ് ചെയ്താൽ മതി. ഈ ടെസ്റ്റിംഗ് 65 വയസ്സാകുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇത് ഇങ്ങനെ നോക്കിയാൽ നമുക്ക് സെർവിക്കൽ ക്യാൻസർ ഈതർ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യാം. സി ദാറ്റ് ഈസ് വാട്ട് നമ്മൾ ബേസിസ് ഓഫ് ഓൾ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വൺ ഈസ് പ്രിവെൻറ്റ് ഇഫ് പോസിബിൾ. ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു പ്രിവെൻറ്റ്, ട്രീറ്റ് ഏർലി. യാ, യാ. അതാണ് നമ്മളുടെ ഒരു ബേസ് ലൈൻ. ഇനിയിപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾ ഒരു ദിവസം അവർക്ക് വേണ്ടി ഒരു ദിവസത്തിലും കുറച്ച് മണിക്കൂർ അവർക്ക് വേണ്ടി എല്ലാ മാസവും സ്പെൻഡ് ചെയ്യണം. സോ ഒരു സെൽഫ് ഇവാലുവേഷൻ ഡേ, അതായത് മാസത്തിലൊരു ദിവസം ബെസ്റ്റ് പീരീഡ്സ് മാറിക്കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസം ഉം. ചൂസ് ചെയ്യുക, ഉം. വീക്കെൻഡോ ഏതെങ്കിലും ഒരു ദിവസം. ഉം. എന്നിട്ട് കുളിക്കുന്നതിന് മുന്നേ നന്നായിട്ട് മിററിൽ നോക്കുക. ഉം. ഏതെങ്കിലും പുതിയ ലീഷൻസ് ഉണ്ടോ, എന്തെങ്കിലും സ്പൈഡർ വെയിൻസ് ഉണ്ടോ, അവിടെ അവിടെ എന്തെങ്കിലും ശരീരത്തിൽ പുതിയൊരു ചിലപ്പോൾ ഇപ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൻ്റെ ഒക്കെയാണ് സ്കിൻ ലീഷൻസ് ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും പുതിയ സാധനങ്ങൾ ഉണ്ടോ എന്ന് നോക്കുക, ഓക്കെ. ഫ്രണ്ടും ബാക്ക് സൈഡൊക്കെ നോക്കുക. ആൻഡ് എക്സാമിൻ ദ ബ്രസ്റ്റ്. അത് വൺസ് എ മന്ത് എന്തായാലും ചെയ്യണം. ചെയ്തിരിക്കണം. നമുക്കിങ്ങനെ നിപ്പിൾസൊക്കെ സെയിം ലെവലിലാണോ ഉം. നോക്കുകയും വേണം, അതേപോലെ എക്സാമിനും എക്സാമിനും ചെയ്യണം. ചെയ്യണം. പിന്നെ എന്തെങ്കിലും സെക്രീഷൻസ് ഒക്കെ വരുന്നുണ്ടോ ബ്രസ്റ്റിൽ നിന്ന്, ഉം. അപ്പോൾ അതൊക്കെ നോക്കുക. ഉം. ഇനിയിപ്പം നമുക്ക് ഫാമിലിയിൽ ആർക്കെങ്കിലും സ്പെഷ്യലി ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിന് അമ്മ, ആൻറ്റീസ്, സിസ്റ്റേഴ്സ്, അപ്പോൾ ആർക്കെങ്കിലും ബ്രസ്റ്റ് ക്യാൻസറോ അല്ലെങ്കിൽ യൂട്രൈൻ ക്യാൻസറോ ഉണ്ടെങ്കിൽ നമുക്കത് ജനറ്റിക് ടെസ്റ്റ് ചെയ്തിട്ട് ആദ്യം നമുക്ക് ചാൻസ് ഉള്ള ആളാണെന്ന് കണ്ടുപിടിക്കാം. അല്ലെങ്കിലും നമുക്ക് അങ്ങനെ ഹിസ്റ്ററി ഉള്ള ഫാമിലിയിൽ നിന്നുള്ള വരുന്ന ആൾക്കാരാണെങ്കിൽ ഏർലി ടെസ്റ്റിംഗ് ചെയ്യണം, മാമോ ഓക്കെ. ചെയ്യണം നമ്മൾ. ഓക്കെ. ഈവൻ ഇഫ് യു ഡോണ്ട് ഹാവ് എനി ഹിസ്റ്ററി, ഈ പറഞ്ഞ പോലെ എക്സാമിൻ ചെയ്തിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ യങ്ങർ ആയിട്ടുള്ള സ്ത്രീകളാണെങ്കിൽ നമുക്ക് അൾട്രാസൗണ്ട് ചെയ്താൽ മതി. ഉം. അൾട്രാസൗണ്ട് ബ്രസ്റ്റ് വളരെ സിമ്പിളാണ്, ഒരു 5-10 മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ. ഇഫ് നോട്ട് ഓൾഡർ 40 ഇയേഴ്സിനൊക്കെ മേലെ ആണെങ്കിൽ മാമോ ചെയ്യാം. ഉം. അതിൽ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ബയോപ്സി ചെയ്യാം. ഉം. ഇതിനൊന്നും നമ്മൾ ഒരു തടസ്സവും ചെയ്യാൻ പാടില്ല. കാരണം ബ്രസ്റ്റ് ക്യാൻസർ ഏർലി ഡിറ്റക്ട് ചെയ്താൽ വളരെ നല്ല സർവൈവൽ റേറ്റ് ഉള്ള ഒരു ക്യാൻസറാണ്. ഇനി യൂട്രൈൻ ക്യാൻസർ. ഉം. യൂട്രൈൻ ക്യാൻസർ ഈ പറഞ്ഞ മാതിരി നമ്മൾക്ക് നമ്മളെക്കുറിച്ച് നല്ലൊരു ബോധം വേണം. യൂഷ്വലി പീരീഡ്സിൽ ചേഞ്ചസ് ഉണ്ടാക്കും യൂട്രൈൻ ക്യാൻസർ. കാരണം യൂട്രസിൻ്റെ ലൈനിങ്ങിലാണ് ക്യാൻസർ വരിക. യൂട്രസിൻ്റെ ലൈനിങ് ആണ് എല്ലാ മാസവും പീരീഡ്സ് ആയിട്ട് ഷെഡ് ചെയ്യുക. ഉം. അപ്പോൾ യൂട്രൈൻ ക്യാൻസർ ഉണ്ടെങ്കിൽ സാധാരണ ബ്ലീഡിങ് കൂടുതലോ അല്ലെങ്കിൽ ഫൗൾ സ്മെല്ലിംഗ് ആയിട്ടുള്ള ഡിസ്ചാർജോ ദെർ വിൽ ബി സം സൈൻസ്. അപ്പോൾ നമ്മൾക്ക് നമ്മളുടെ കാര്യങ്ങളെക്കുറിച്ചൊരു ശരിക്കും ഒരു ശ്രദ്ധയുണ്ടെങ്കിൽ യൂഷ്വലി നമ്മൾ കണ്ടുപിടിക്കും. അതർവൈസ് ഈ പറഞ്ഞ മാതിരി ജനറ്റിക് ഹിസ്റ്ററി ഉള്ള ആളാണെങ്കിൽ വൺസ് എ ഇയർ നമ്മൾ യൂട്രസിൻ്റെ ആണെങ്കിലും സ്കാൻ എടുത്തിട്ട് നോക്കുക. അതിൽ നമുക്ക് ഡിറ്റക്ട് ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ മാതിരി സി ടി, എം ആർ ഐ, ബയോപ്സി ഒക്കെ ചെയ്താൽ നമുക്ക് ഉം. കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് എനി ഇൻക്രീസ് ബ്ലീഡിങ് എപ്പോഴെങ്കിലും നമുക്ക് തോന്നുകയാണ്, നമ്മൾ ഒരു നോർമൽ നമ്മൾ കണ്ടുപിടിച്ച് വെക്കണം. സി ഡോക്ടർക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഉം. നമ്മൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് പറയുകയാണ് എനിക്ക് കുറച്ച് ബ്ലീഡിങ് കൂടുതലാന്ന് പറഞ്ഞാൽ ഉം. ഈ കുറച്ചെന്നുള്ളത് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല ഉം. ഡോക്ടർ. ഉം. ഡോക്ടർ എന്ത് ചെയ്യും? ബ്ലീഡിങ് കുറയാനുള്ള മരുന്ന് മരുന്ന് തരും. കൊടുക്കും. പക്ഷേ നമുക്കറിയാം നമുക്ക് എന്താണ് നോർമൽ നോർമൽ എന്നുള്ളത്. എന്നുള്ളത്. നല്ല ബ്ലീഡിംഗ് ഉണ്ട് ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഡോക്ടർ അത് ഇവാലുവേറ്റ് ചെയ്യും. ഉം. അപ്പോൾ പേഷ്യൻ്റ് നമ്മളോട് വന്ന് പറയുന്ന ഇതെന്താണോ? സിംറ്റംസിനനുസരിച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. ചെറിയ ബ്ലീഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുതായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ എന്താ ഒരു 5-6 മാസം അതും പിടിച്ചിരിക്കും നമ്മൾ. അതേസമയം ശരിക്കും ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇവാലുവേറ്റ് ചെയ്ത് ആദ്യം ചിലപ്പോൾ ഉം. കണ്ടുപിടിക്കാൻ ഉം. പറ്റും. ഉം. ഇതിനേക്കാൾ ഏറ്റവും റിസ്ക് ഉള്ളത് ഒവേറിയൻ ക്യാൻസറാണ്. ഉം. ഒവേറിയൻ ക്യാൻസർ യൂഷ്വലി ഒരു സിംറ്റംസും കാണിക്കില്ല. ഉണ്ടാക്കൂല. അതാണ് ഒരു പ്രോബ്ലം. ഓവറിയുടെ ക്യാൻസറിന് അതാണ് ഒരു പ്രശ്നം. അപ്പോൾ എസിംപ്റ്റമാറ്റിക് ആയതുകൊണ്ട് നമ്മൾ യൂഷ്വലി ലേറ്റ് ആവും കണ്ടുപിടിക്കാൻ. അല്ല ആക്സിഡൻ്റലി കണ്ടുപിടിക്കും. ഈ ഉം. പറഞ്ഞ മാതിരി സിസ്റ്റം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സംശയം നോക്കിയിട്ട് ഉം. ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ കണ്ടുപിടിക്കും.
അതാണ് ഒവേറിയൻ ക്യാൻസർ. എഗെയിൻ നമുക്കിങ്ങനെ ഫാമിലി ഹിസ്റ്ററി ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സ്ക്രീൻ ചെയ്തുകൊണ്ടിരിക്കണം. വൺസ് എ ഇയർ. ഐ തിങ്ക് വൺസ് എ ഇയർ നമ്മളൊരു ജനറൽ സ്ക്രീനിങ് ഒരു മസ്റ്റാക്കി വെക്കുക. ശരിയാണ്. ഒരു ബ്രസ്റ്റിൻ്റെ ഒരു സ്കാൻ ചെയ്യുക, ഒരു അൾട്രാസൗണ്ട് ചെയ്യുക, പാപ്സ്മിയർ വൺസ് ഇൻ 3 ഇയേഴ്സ് ചെയ്യുക. പിന്നെ നമ്മുടെ ഫാസ്റ്റിംഗ് ലിപ്പിഡ് പ്രൊഫൈൽ, ഈ ഹോർമോൺ പ്രൊഫൈലൊക്കെ ഒന്ന് നോർമലാണോ എന്ന് നോക്കുക. വൈറ്റമിൻ ഡി, തൈറോയിഡ്, ഈ പറഞ്ഞ ലിപ്പിഡ് പ്രൊഫൈൽ, HbA1c. നമ്മളൊരു ജനറൽ നമ്മൾ എന്തിനൊക്കെ പൈസ സ്പെൻഡ് ചെയ്യണം, ഒരു ഡ്രസ്സ് വാങ്ങിക്കാൻ, ഒരു വാച്ച്. അപ്പോൾ ഇതിന് നമ്മൾ വൺസ് ഇയർ ഒരു ചെറിയ എമൗണ്ട് നമ്മൾ അതിന് വേണ്ടി ഈ മാറ്റി വെക്കുക. സിസ്റ്റ് പറഞ്ഞാൽ ശരിക്കും എന്താണ്? സിസ്റ്റ് പലതരത്തിലുണ്ട്. സോ ഫങ്ഷണൽ സിസ്റ്റ് ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ അണ്ടം പൊട്ടിക്കഴിഞ്ഞിട്ട് ഉം. അതിനുള്ളിൽ ഫ്ലൂയിഡ് ഫില്ല് ചെയ്തിട്ട് ഉം. ഒരു സിസ്റ്റ് പോലെ ആവുക, അല്ലെങ്കിൽ ബ്ലഡ് ഫില്ല് ചെയ്തിട്ട് ഒരു സിസ്റ്റ് പോലെ ആവുക. ഈ ഫങ്ഷണൽ സിസ്റ്റ് ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ല. നമുക്കത് ഹോർമോൺ ടെസ്റ്റ് ചെയ്താൽ അറിയാം. പല ടെസ്റ്റുകളുണ്ട് സിസ്റ്റ് കുഴപ്പമുള്ളതാണോ കുഴപ്പമില്ലാത്തതാണോ നോക്കാൻ അറിയാൻ വേണ്ടിയിട്ട്. വേണ്ടിയിട്ട്. ബ്ലഡ് ടെസ്റ്റുകളും ഉണ്ട്. അതേപോലെ ഇപ്പോൾ MRI CT ഒക്കെ ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും കുഴപ്പമുള്ളതാണെന്ന്. പിന്നെ ജനറലി സൈസ് നോക്കിയിട്ട് വളരെ ചെറിയ സിസ്റ്റ് ആണെങ്കിൽ യൂഷ്വലി പ്രോബ്ലം ഉണ്ടാവില്ല. ബട്ട് സ്റ്റിൽ നമ്മൾ ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കുക. നമ്മൾ ഈ ഓവറിയുടെ കാര്യം നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത പ്രോബ്ലം ആയതുകൊണ്ട് സിസ്റ്റുകൾ യൂഷ്വലി ഗൈനക്കോളജിസ്റ്റ് വളരെ സീരിയസ് ആയിട്ട് നോക്കുന്ന ഒരു സംഭവമാണ്. ഓക്കെ. ഫങ്ഷണൽ അല്ലാന്ന് തോന്നിയാൽ നമ്മൾ എപ്പോഴും ഇവാലുവേറ്റ് ചെയ്തിട്ട് നോക്കും. ഓക്കെ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സർജറി ഒക്കെ ചെയ്തിട്ട് നോക്കാം. ആ. യൂഷ്വലി ഇപ്പോൾ ഒരു ഓവറിയിൽ മാത്രമാണ് സിസ്റ്റ് എങ്കിൽ അത് എടുത്താലും നമുക്കൊരു സർവൈവിങ് ഓവറി ഉണ്ട്. ഉണ്ടാവും.